ഹലോ എവരി വൺ. ഇന്ന് ഞാനിങ്ങനെ തൊടിയിലൂടെ നടക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആ കുഴിയാനയുടെ കുഴികൾ കാണുന്നത്. ഞാൻ കുറേ ആയിട്ട് ആലോചിക്കുന്നത്, ഇതിപ്പോൾ കുറേ ആയിട്ട് കാണാനൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഈ കുഴിയാനയുടെ കുഴിയിൽ നിന്ന് കുഴിയാനേനെ തോണ്ടിയെടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് അതിങ്ങനെ പുറകിലോട്ട് പോകുന്നതൊക്കെ കണ്ട് രസിക്കാറൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തത് ഈ കുഴിയാന എന്ന് പറയുന്നത് തുമ്പിയുടെ ലാർവകളാണ് എന്ന് പറയാനുണ്ടല്ലോ. അപ്പോൾ ഈ കുഴിയാനയിൽ നിന്നാണ് തുമ്പി ഉണ്ടാകുന്നത് എന്നൊന്നും പണ്ടറിയാണ്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിക്കാലൊക്കെ ഇല്ലേ. അങ്ങനെ ഓർത്തപ്പോഴാണ് ഞാൻ കുറേ ആയി നമ്മൾ ഈ തുമ്പികളെ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഞാനൊരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്തിട്ട് കുറേ ആയില്ലേ, ഒരു പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് തുമ്പികളെ ഒന്നും കാണാനില്ല. എന്നാൽ പിന്നെ നമുക്ക് പേപ്പർ കൊണ്ട് തുമ്പികളെ തന്നെ അങ്ങ് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചെത്തുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് പേപ്പർ കൊണ്ട് ഇതുപോലെയുള്ള ക്യൂട്ട് തുമ്പികളെ ഉണ്ടാക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്ക്വയർ പേപ്പറാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നീളത്തിലൊക്കെയുള്ള പേപ്പറൊക്കെയാണുള്ളതെന്നുണ്ടെങ്കിൽ അതിന് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ ഒന്ന് ഒപ്പം വെച്ച് മടക്കിയതിന് ശേഷം ഈ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, സോ നമുക്ക് ഇതെന്ത് കിട്ടി? ഒരു സ്ക്വയർ പേപ്പർ കിട്ടി. ഓക്കെ, സോ സ്ക്വയർ പേപ്പർ എടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. എങ്ങനത്തെ പേപ്പറാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിലും അതിനിങ്ങനെ കോർണറായിട്ട് മടക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പേപ്പർ കിട്ടും. ഓക്കെ, സോ ഈ സ്ക്വയർ ആയിട്ടുള്ള പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ കോണായിട്ട് മടക്കുക. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ മടക്കുക. നമ്മൾ എത്ര പ്രാവശ്യം മടക്കി? 3 പ്രാവശ്യം മടക്കി കേട്ടോ. സോ ഇങ്ങനെ 3 തവണയായിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യുക? മടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയും വരകളുണ്ട്, ഇങ്ങനെയും വരകളുണ്ട്. ഓക്കെ, അത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതിനെ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻറ്റു ആയിട്ട് നമുക്ക് വരകൾ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ പ്ലസ് ആയിട്ടുണ്ട്, ഇൻറ്റു ആയിട്ടുണ്ട്. സോ ഈ ഇൻറ്റു ആയിട്ടുള്ള വരകളിൽ ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് സെൻറ്ററിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിൽ മടക്കിയെടുക്കാം. അതായത് നമുക്കിങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഇൻറ്റു ആയിട്ടുള്ള ഷേപ്പുകളെ ഉള്ളിലോട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ താഴെ ഉള്ള ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കൂർത്തിട്ടായിരിക്കും, താഴെ ഇങ്ങനെ നിറയെ സാധനങ്ങൾ ഉള്ള രീതിയിലായിരിക്കും കേട്ടോ വരുന്നുണ്ടായിരിക്കുക. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ താഴെ നിന്നും ഇങ്ങനെ മടക്കുക. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്തെ സൈഡും കൂടെ ഇങ്ങനെ മടക്കാം. ഓക്കെ, സോ നമ്മളിങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിനെ നിവർത്തിയിട്ട് ഇങ്ങനെ മടക്കാം. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് കയ്യിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് ആദ്യം കാണുമ്പോൾ എന്താണിത് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ആക്ച്വലി ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റാണ് തുമ്പീനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും ചെയ്യാം. നമ്മൾ ഒരു സൈഡ് എന്ത് ചെയ്തോ അത് നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ സൈഡിന് വിഷമാവില്ലേ? എന്തിനാ പാവം, ഒരു സൈഡിന് മാത്രം കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു സൈഡ് ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പുറത്തെ സൈഡും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് ഇച്ചിരി കൺഫ്യൂഷൻ ആവുന്ന ഒരു മടക്കലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും എളുപ്പമാണ്. ഒരു 1-2 തവണ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇപ്പുറത്തുള്ള സൈഡിനെ ഇങ്ങോട്ട് ആക്കാം. നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ നക്ഷത്രം പോലെ ഒരു സാധനം നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് 2 തവണ ഇങ്ങനെ ആക്കാം. അപ്പം നമുക്ക് ഈ ഭാഗം താഴോട്ട് വരുന്ന രീതിക്ക് കിട്ടും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കൂർപ്പിച്ച് മടക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിനെയും കൂടെ ഇങ്ങനെ മടക്കണം.
പണ്ടത്തെ കാലത്തൊക്കെ ഈ തുമ്പികൾ പറന്ന് നടക്കണ കാണാൻ എന്ത് രസമായിരുന്നു അല്ലേ. പാടത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങനെ തുമ്പികൾ നിരന്നിങ്ങനെ പാറി നടക്കുന്നുണ്ടായിരിക്കും. പണ്ടൊക്കെ ഈ തുമ്പീനെയൊക്കെ പിടിച്ചിട്ട് അതിനെക്കൊണ്ട് കല്ലെടുപ്പിക്കുക അങ്ങനെയുള്ള വികൃതികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പാവാണെന്നൊക്കെ ഇപ്പം അറിയാം. തുമ്പികളെയൊന്നും ഇങ്ങനെ പിടിക്കരുത്, പാവം അതിന് ഇതാവും എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ അറിയാം. പക്ഷെ അപ്പോൾ അതൊക്കെ ഒരു രസമായിട്ട് നമ്മൾ ചെയ്തതായിരുന്നു. അതുപോലെ തുമ്പീനെ പിടിച്ചിട്ട് എന്നിട്ട് അതിനെ വിടുകയും ചെയ്യും കേട്ടോ. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. തുമ്പീനെ കൊണ്ട് കല്ലൊക്കെ അടുപ്പിച്ച് നമുക്ക് ബോർഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറത്തി വിടുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ വാലയിൽ ചെറുതായിട്ട് നൂലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ പട്ടം പറത്തുന്ന പോലെ തുമ്പീനെയൊക്കെ പറത്തി കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആലോചിച്ച് ചിരിക്കാൻ പറ്റുന്ന കുറേ ഓർമ്മകളായി മാറിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് ഇതൊക്കെ അറിയുമോ എന്നുള്ളത് അറിയില്ല. സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓപ്പോസിറ്റുള്ള രണ്ട് സൈഡും ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. ആ നടുവിലുള്ള വര കാണുമല്ലോ, അത് കൂടെ മുറിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ മടക്കുക. ഓക്കെ, നമ്മളിതിനെ ഇങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഒരു നീളത്തിലൊരു സാധനം കിട്ടും. ഇത് നമുക്ക് നമ്മളുടെ തുമ്പിയുടെ തലയാക്കാനുള്ളതാണ്. തുമ്പിക്ക് തല വേണമല്ലോ, തലയില്ലാത്ത തുമ്പികളില്ലല്ലോ. സോ തുമ്പിയുടെ തല ഇങ്ങനെ ഒരുമാതിരി ഉരുണ്ട തലയാണ്, കണ്ടിട്ടുണ്ടോ? ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉരുണ്ട തലയാണ് തുമ്പിക്കുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ഇങ്ങനെ 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 മടക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്ത് കിട്ടി? തുമ്പിയുടെ തല കിട്ടി. ഓക്കെ, നമ്മളതിനിങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ചിറകുകളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ചുമ്മാ മടക്കുക, അതാണ്. ഇത് നമ്മളുടെ തുമ്പിയുടെ വാൽ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു തുമ്പിയെ കിട്ടി. ഓക്കെ, നമ്മളുടെ തുമ്പി ഇവിടെ റെഡിയാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കളിക്കാം. നമുക്ക് ഈ തുമ്പി കല്ലെടുക്കൊന്നുമില്ല, എന്നാലും ഈ തുമ്പിയെ വെച്ച് നമുക്ക് കളിക്കാവുന്നതാണ്. സോ ഈ തുമ്പിയെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഒരു 1-2 തവണയൊക്കെ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റാണിത്. സോ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.